കേരളത്തിൽ BJP 2ാം സ്ഥാനത്തുള്ള അടുത്ത മണ്ഡലം പൊന്നാനിയിൽ LDF ഇപ്പൊ 3ാം സ്ഥാനത്താണ്. ഹംസാക്ക പൊളിച്ച്. മാവേലിക്കരയിൽ സുബ്രഹ്മണ്യൻ. ഞാൻ പറയുന്നില്ല, കേരളത്തിൽ എന്താണോ നാഷണൽ ട്രെൻഡിന് നേരെ വിപരീതമായ കാര്യമാണ് സംഭവിക്കുന്നത്. കേരളം പതിവ് തെറ്റിക്കുന്നില്ല കാര്യത്തിൽ. എറണാകുളത്ത് ഹൈബി വലിയ രീതിയിൽ മുന്നേറുകയാണ്. 16,837 ഹൈബിയുടെ ലീഡ്. ഹൈബി ഷൈൻ ചെയ്ത് തുടങ്ങി. അതെ, ഹൈബി ഷൈൻ ചെയ്ത് തുടങ്ങി. പക്ഷേ അവിടെ KS രാധാകൃഷ്ണൻ തൊട്ടടുത്തുണ്ട്. താഴെ പോയാലേ ഉള്ളൂ ഇതെന്താണ് ഈ സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനം. അത്ഭുതാവഹമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മാവേലിക്കരയിൽ LDFന്റെ ലീഡ് 707 മാവേലിക്കരയിൽ പ്രവചിച്ചതുപോലെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നു. 707 വോട്ടിന് ഇപ്പോൾ CA അരുൺകുമാർ മുന്നിലാണ്. പാലക്കാട് UDF പിടിക്കുമോ? 521 വോട്ടുകൾക്ക് ഇപ്പോൾ VK ശ്രീകണ്ഠൻ ലീഡ് ചെയ്യുകയാണ്. തുടക്കം മുതൽ LDFന് ആനുകൂല്യം നൽകിയ പാലക്കാട് VK ശ്രീകണ്ഠൻ മുന്നിൽ. ജനുവരി 3ാം വാരത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തി അയോധ്യയിൽ രാമക്ഷേത്രത്തിന് തുടക്കമിട്ടതൊക്കെ ഇന്നോളം അവിടെ ജനകോടികളെ അമ്പലത്തിലെത്തിച്ച് അത് വോട്ടായി മാറും എന്ന് പ്രതീക്ഷിച്ച അയോധ്യ ഒരു തരംഗമായി മാറും എന്ന് പ്രതീക്ഷിച്ച മണ്ഡലത്തിൽ ഫൈസാബാദിൽ ഇമ്രാൻ മസൂദ് ഈ ഘട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നത് BJPയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. ഒപ്പം ചാലകശക്തിയാകുമെന്ന് വിചാരിച്ച അയോധ്യ എത്ര തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് അനുകൂലമായ വോട്ട് ബാങ്ക് വോട്ടൊഴുക്ക് കുത്തൊഴുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ അയോധ്യ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായല്ല കമ്പോളം ഇടിഞ്ഞു തകർന്ന് താഴെ വീഴുന്നു. സെൻസെക്സ് 183 പോയിന്റ് കൂപ്പുകുത്തി. നിഫ്റ്റി 84 പോയിന്റ് കുറഞ്ഞു. എക്സിറ്റ് പോൾ ഓഹരി വിപണിയിലെ ബൂം, റിസൾട്ട് ഓഹരി വിപണിയിലെ തകർച്ച. ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. LDF 3 സീറ്റിലും BJP 2 സീറ്റിലും മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. തിരുവനന്തപുരത്തും തൃശൂരും NDA ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങലിൽ ആലത്തൂരിൽ കണ്ണൂരിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. കണ്ണൂരിൽ UDF 4140 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കെ സുധാകരന്റെ വരവ് പവർഫുൾ ആണ്. സുധാകരൻ 4140 വോട്ടുകൾക്ക് കണ്ണൂരിൽ. MV ജയരാജനേക്കാൾ മുൻപിൽ കെ സുധാകരൻ. കണ്ണൂർ ഒരു കോട്ടയൊക്കെയാണ്, പക്ഷെ ആ കോട്ട എന്റേതാണ് എന്ന പ്രഖ്യാപനം സുധാകരൻ. 4140 വോട്ട് കെ സുധാകരൻ. സ്മൃതി ഇറാനി പിന്നെയും താഴെ പോവുകയാണ്. സ്മൃതി ഇറാനി 3000-ലധികം വോട്ടുകൾക്ക് താഴെ പോയിരിക്കുന്നു. നേരത്തെ ഉള്ളതിനേക്കാൾ ഗ്യാപ്പ് കൂടുകയാണ്. സ്മൃതി ഇറാനി താഴേക്ക് പോകുന്നു. രവിശങ്കർ പ്രസാദ് കേരളത്തിലെ കൗണ്ടിൽ BJP 2 LDF 2. രവിശങ്കർ പ്രസാദ് പിന്നിലാകുന്നു. അമ്പരപ്പിക്കുന്നത്